1955 മുതൽ തുടങ്ങിയതാണ്. 70 കൊല്ലമായി. ഞാനിപ്പോഴും എപ്പോഴും പാർട്ടിയാണ്, മരിക്കുന്നവരെയും പാർട്ടിയാണ്. അത് പിന്നീട് വരട്ടെ, അതെന്താ കഥ എനിക്കറിയില്ല. നിങ്ങൾ അറിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒന്നും പറയുന്നില്ല. ഇതിൽ കവിഞ്ഞപ്പോ ഒന്നും പറയാനില്ല. ഇല്ല, അറിയില്ല. എന്നെ വിളിച്ചില്ല. ഇല്ല, ആരും വിളിച്ചിട്ടില്ല. ഒരുപാട് സഹാക്കൾ വിളിക്കുന്നുണ്ട്. അത് ഈ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവരും വിളിക്കുകയാണ്, ഞാനും കണ്ടു എന്ന് അവരോട് പറയുകയാണ്. അത്രയേ ഉള്ളൂ. നേരത്തെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഒന്നുമില്ല, ഒരു പ്രശ്നവും ഞാൻ പറയുന്നില്ല. ഇസ്മായിലിനെ നേരിട്ട് സസ്പെൻഷൻ നടപടി നേതൃത്വം അറിയിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും 6 മാസത്തേക്കാണ് സസ്പെൻഷൻ. സംസ്ഥാന എക്സിക്യൂട്ടീവിന്റേതാണ് തീരുമാനം. പി രാജുവിന്റെ മരണത്തിൽ നടത്തിയ പ്രതികരണത്തിലാണ് നടപടി. സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സൈഫ്, കടുത്ത നടപടിയിലേക്ക് CPI പോവുകയാണ്. എന്തായിരുന്നു അതിനുള്ള കാരണം? ഇപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് അറിയിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തെ അറിയിക്കാനുള്ള സാങ്കേതികമായ സമയമായിട്ടില്ല സൈഫുദ്ദീൻ. അത് CPM-ന്റെയും CPI-യുടെ സംഘടനാ രീതി പ്രകാരം അതാത് ഘടകങ്ങളാണ് നടപടി സ്വീകരിക്കേണ്ടത്. എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി രാജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി. പി രാജുവിനെതിരെ പാർട്ടി ഒരു അച്ചടക്ക നടപടി സ്വീകരിച്ചിരുന്നു. ആ നടപടിയിൽ പി രാജുവിന് വിഷമമുണ്ടായിരുന്നു. ആ നടപടി ഒഴിവാക്കാമായിരുന്നു എന്നടക്കമുള്ള പ്രതികരണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. ഇതിൽ എറണാകുളം ജില്ലാ കമ്മിറ്റി സംസ്ഥാന നേതൃത്വത്തിന് ഒരു പരാതി നൽകുകയും ഇത് പാർട്ടിയുടെ അച്ചടക്ക ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അത് ഗൗരവ സ്വഭാവത്തിൽ പാർട്ടി എടുത്താണ് ഇപ്പോൾ 6 മാസത്തേക്ക് പ്രാഥമിക അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. ആ തീരുമാനം ഇനി സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനം സംസ്ഥാന കൗൺസിൽ അംഗീകരിക്കണം. പിന്നീട് പാലക്കാട് ജില്ലാ കൗൺസിലിൽ പ്രത്യേക ക്ഷണിതാവായ K. ഇസ്മായിലിന്റെ ഘടകമായ പാലക്കാട് ജില്ലാ കൗൺസിൽ അംഗീകരിക്കണം. അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ഔദ്യോഗികമായ ആ തീരുമാനം അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും പാർട്ടിയുടെ ഏറ്റവും വലിയ നടപടി എന്ന് പറയുന്നത് പുറത്താക്കലാണ്. അതിന് തൊട്ട് പിന്നാലെയുള്ള നടപടിയാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ K. ഇസ്മായിലിനെതിരെയാണ് അത്രയും വലിയ നടപടി പാർട്ടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.